bs6 gracia കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാസിയുടെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് ആദ്യം നമുക്ക് എടുക്കാം. ഡിസൈൻ ഏകദേശം ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നേക്കണേ. ഇതിൻ്റെ വൈസറും ഈ DRലൊക്കെ ഏകദേശം ഡിയോടെ ഒരു കട്ട വന്നേക്കണേ, സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു DRൽ വന്നേക്കണേ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പറയുകയാണെങ്കിൽ DC കണക്ഷനാണ്, അതുപോലെ തന്നെ LED ഹെഡ്ലൈറ്റാണ്. നല്ല അടിപൊളി വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹെഡ്ലൈറ്റാണ് വന്നേക്കണേ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ ജെറ്റ് ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റൈലാണ് വന്നേക്കണേ. ഇതിൻ്റെ ക്യാബിൽ വന്നേക്കണത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ക്യാബിൽ വന്നേക്കണം, അതുപോലെ തന്നെ അത് ബോഡി കളറാണ്. പിന്നെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എക്സോസ്റ്റ് വന്നേക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒക്കെ നല്ല രീതിയിലുണ്ട്. ഒരു ഫുൾ ഫേസ് ക്യാമറയ്ക്കുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് തുറക്കാനായിട്ട് ഒരു ക്ലിക്ക് മെക്കാനിക്സൊക്കെയാണ് വന്നേക്കണേ. ഇവിടെ 2 കുക്കുകൾ വന്നിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഓരോ 2 കുക്കുകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം ലോങ് പോകാനുള്ള സീറ്റ് സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല കുഷനായിട്ടുള്ള സീറ്റ്, അതുപോലെ തന്നെ നല്ല ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ഉള്ള സീറ്റാണ്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. നല്ല സസ്പെൻഷൻ തന്നെയാണ്. റോഡിലൊക്കെ നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലോങ് പോകാനായിട്ടും ഒരു 150-200 കിലോമീറ്ററൊക്കെ നമുക്ക് വേണമെങ്കിൽ ലോങ് ക്രൂസ് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാത്തൊരു 125 സെഗ്മെൻറ്റിൽ ഒരു സ്കൂട്ടറാന്ന് പറയാൻ വേണമെങ്കിൽ. കുറേ ഫീച്ചേഴ്സ് കൊണ്ട് വരുത്തിയിട്ടുണ്ട് ഗ്രാസിയയിൽ. സൈലൻറ്റ് സ്റ്റാർട്ട് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ആദ്യമേ ഹോണ്ടയുടെ വണ്ടികൾക്ക് HED ടെക്നോളജി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ESP എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ ടെക്നോളജി, നല്ല രീതിയിലുള്ള മൈലേജും നല്ല രീതിയിലുള്ളൊരു പവറും തരുന്നുണ്ട് വണ്ടി. പിന്നെ വന്ന ഫീച്ചറാണ് എക്സ്റ്റേണൽ ഫ്ലൂയിഡ്. എന്നിട്ട് ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഒക്കെ പുറത്തു നിന്ന് വന്നതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 5.3 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അത് സെഗ്മെൻറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടോപ്പ് സെൻസർ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി സൈഡ് സ്റ്റാൻഡ് ഇട്ടേ വണ്ടി സ്റ്റാർട്ട് ആവാത്തൊരു സെറ്റപ്പൊക്കെ, അതൊക്കെ ഒരു നല്ലൊരു ഫീച്ചർ ബേസിക് മിക്ക വണ്ടികളും വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വന്നിട്ടുണ്ട്. മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡായിട്ടുള്ള തന്നെ മീറ്റർ വന്നേക്കണേ. നല്ലൊരു ക്ലീൻ ലുക്ക് ഉണ്ട് മീറ്റർ കാണാനായിട്ട്. അതിൽ എക്സ്ട്രാ വന്നേക്കണത് റിയൽ ടൈം മൈലേജ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആവറേജ് മൈലേജ് വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം പെട്രോൾ കഴിഞ്ഞും എത്ര കിലോമീറ്റർ ഓടാനുള്ള പെട്രോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ 3 സ്റ്റെപ്പ് എക്കോ ഇൻഡിക്കേറ്റർ, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മീറ്ററിൽ വന്നേക്കണേ. മീറ്റർ നല്ല വെയിലടിക്കുമ്പോൾ അത്ര വിസിബിലിറ്റി ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു കുറവായിട്ട് തോന്നി. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീറ്റർ കൺസോൾ തന്നെ വന്നേക്കണേ. അപ്പോൾ നമുക്ക് സ്വിച്ചുകൾ പറയുകയാണെങ്കിൽ ഇവിടെ പാസ് സ്വിച്ചും ഡ്രിമും റൈറ്റും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വന്നിട്ടുണ്ട്, ഹോൺ സ്വിച്ച് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ വന്നിരിക്കുന്നത് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്വിച്ചുകളുടെ കാര്യം പറയാനുള്ളത്. ടയറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ടയർ 90 mm ആണ് വരുന്നത്. സെഗ്മെൻറ്റിൽ 110ഉം 120 ഉണ്ടെങ്കിലും ഹോണ്ട കൊടുത്തിരിക്കുന്നത് 90 ആണ്. എന്നാലും വണ്ടിയിൽ വലിയ സ്റ്റെബിലിറ്റി കുറവൊന്നും എനിക്ക് തോന്നിയില്ല വണ്ടി ഓടിച്ചപ്പോൾ. അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ വണ്ടി പോകുന്നത്. പിന്നെ അലോയ്സ് നോക്കുകയാണെങ്കിൽ അലോയ്സ് 12 ഇഞ്ചാണ് ഫ്രണ്ട് വരുന്നത്, ബാക്ക് വരുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഡ്രം ബ്രേക്കാണ് വരുന്നത്. കോംബി സിസ്റ്റം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ FI എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഫാൻഗോൾഡ് 124cc 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടി നല്ല രീതിയിൽ റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എഞ്ചിൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. BS6 എല്ലാ വണ്ടികളിലും എഞ്ചിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ല റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് BS6 വണ്ടികളിൽ. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 108 കിലോ ആണ്. പിന്നെ മൈലേജ് കമ്പനി ആവശ്യപ്പെടുന്നത് 60 kmpയിലാണ്. അപ്പോൾ ഹോണ്ടയുടെ ESP ടെക്നോളജിയും HED ടെക്നോളജിയും എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ ടെക്നോളജിയും അതുപോലെ തന്നെ ഹോണ്ട എക്കോ ടെക്നോളജിയും വെച്ച് നല്ല മൈലേജും നല്ല പവർ തരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹമ്പ് എടുത്തുട്ടോ, അപ്പോൾ സസ്പെൻഷനൊക്കെ നല്ല രീതിയിൽ ഹമ്പും കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വലിയ അടിയും കുലുക്കൊന്നും തരുന്നില്ല, ഷോപ്പ് നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 766 ആണ്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കും വണ്ടി യൂസ് ചെയ്യാം. സെക്കൻഡ് അത്യാവശ്യം സീറ്റ് ഹൈറ്റ് ഉള്ള വണ്ടിയാണ് ഗ്രാസിയ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്
171 മില്ലിമീറ്ററാണ്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഐഡിയൽ സ്റ്റാർട്ട് വണ്ടി ഓഫായി പോയി. ഇപ്പോൾ വണ്ടി നമ്മൾ ഐഡിയൽ സ്റ്റാർട്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് റൺ ചെയ്ത് നിർത്തുമ്പോൾ 3 സെക്കൻഡിനുള്ളിൽ സംഭവം ഓഫായി പോകും. പിന്നെ വെറുതെ ആക്സിഡൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ സ്റ്റാർട്ട് പോകും. അതാണ് ഐഡിയൽ സ്റ്റാർട്ടിൻ്റെ സെറ്റപ്പ്. വണ്ടി 4 കളറുകളിലാണ് വരുന്നത്. യെല്ലോ, ഗ്രേ, ബ്ലൂ, റെഡ്. പിന്നെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് വരുന്നുണ്ട്, ഡിലക്സ് വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഡിലക്സ് വേരിയൻ്റാണ്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,02,000 ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ 125cc വണ്ടി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. നല്ലൊരു മൈലേജും നല്ലൊരു കംഫർട്ടും ലോ മെയിൻ്റനൻസ് വരുന്ന നല്ലൊരു 125 സെഗ്മെൻറ്റ് വണ്ടി തന്നെയാണ്. വണ്ടി 0 to 60 ഒക്കെ നൈസായിട്ട് കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 70, 80 ലോങ് പോകാനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണത്. ഒരു ഹൈവേയിലൊക്കെ ആണെങ്കിൽ 70, 80 ഒക്കെ സുഖമായിട്ട് വണ്ടി ക്രൂസ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് വണ്ടി തന്ന അങ്കമാലി ആര്യഭംഗിയാണ്. അവരുടെ നമ്പർ ഞാനൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതപ്പോൾ ഡീലക്സ് വേരിയൻ്റ് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് നോക്കാം. അപ്പോൾ ഷോറൂമിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. വിലയിൽ ഏകദേശം 7,000-ഓളം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതിന് 95,000ഉം ഇതിന് 1,02,000 വരുന്നത്. അപ്പോൾ അതിനുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിന് ഐഡിയൽസ് ആയിട്ടില്ല. അതിനായി പകരം വരുന്നത് എൻജിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ഇൻറ്റഗ്രേറ്റഡ് വന്നേക്കണേ. പിന്നെ അതിന് വരുന്നത് ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഡ്രം ബ്രേക്കിൽ കോംബി സിസ്റ്റം വരുന്നുണ്ട്. അലോ വീൽസ് ഇല്ല, സ്റ്റീൽ വീൽസാണ് വരുന്നത്. ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ ഇതിനുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി.